അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. ഞങ്ങളൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പം കാത്തലിക്സിൻ്റെ പ്രേയറിലോ ഒന്നും എൻ്റെ വീട്ടിൽ അങ്ങനെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെ വിശ്വാസമില്ല. എന്നാലും ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ കൈ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൃപാസനമൊന്നും അറിയില്ല. എൻ്റെ മാതാവിനെ എനിക്കിങ്ങനെ മുറുക്കി പിടിക്കും എപ്പോഴും. എൻ്റെ അമ്മയോട് പറയും, അമ്മേ നീ എന്നെ കൈവിടല്ലേ, നീ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ വേദന കൂടും, തലകറങ്ങി വീഴും, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റിൽ ന്യൂറോയെ കാണാൻ അങ്ങ് നമ്മുടെ വൈക്കം ഹോസ്പിറ്റലിൽ പോയി. അവർ തന്ന മെഡിസിനും എനിക്ക് അലർജി അടിച്ചു. പിന്നെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും വിധി എഴുതി. അപ്പോൾ എല്ലാവരും തള്ളി, ഇനി നിന്നെ കൊണ്ടൊരു പ്രയോജനമില്ല, നിനക്ക് ഇനി ഒരിക്കലും ജോലി ചെയ്യാൻ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. എൻ്റെ വീട്ടിലും എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും വലിയ സങ്കടത്തോടെയാണ് പറയുന്നെങ്കിലും ആ പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം വെറും വേസ്റ്റ് ആയല്ലോ ഈശോയെ, എൻ്റെ ഫാമിലിക്ക് ഞാൻ ഇനി ഒന്നിനും കൊണ്ടും പ്രയോജനമില്ലല്ലോ എന്നൊരു മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ആ വേദന എൻ്റെ അമ്മയുടെ നടയിൽ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്, ഒരു നാച്ചുറോപ്പതിയിൽ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ട്രീറ്റ്മെൻറ്റ് എന്നെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നു ഒരു 8 മാസത്തോളം ഡെയിലി ട്രീറ്റ്മെൻറ്റിന് പോകണം. അതായത് വേറെ മെഡിസിൻസ് എല്ലാം അലർജി ആയതുകൊണ്ട് നാച്ചുറോപ്പതിയാണ് എനിക്ക് ചെയ്യുന്നത്. എനിക്ക് പരിശുദ്ധ അമ്മ അങ്ങനെ മാതാവും തമ്പുരാൻ്റെ നാമത്തിൽ എനിക്ക് ഒരുക്കി തന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററായിരുന്നു അത്. അവിടെ ചെന്നപ്പോൾ പലരും ഇങ്ങനെ കൃപാസനത്തെ പറ്റി പറഞ്ഞു. ഒരു ദിവസം എനിക്ക് വേദന കൂടി, BP ഡ്രോപ്പായി, ഞാനങ്ങനെ പൾസെല്ലാം ഡ്രോപ്പായി, തീരെ വല്ലാത്ത അവസ്ഥയിൽ എന്നെ വീൽ ചെയറിലാക്കി.